അതെ അതെ, ശേഖരൻ നമ്പർ ആദ്യം ഒന്നും കൂടെ ഇറക്കി. മന്ത്രി മാധവൻ ഈടിനെ വിടുന്ന് പറഞ്ഞപ്പോ ആളൊന്ന് പേടിച്ചു. അപ്പൊ ലേലത്തിൽ സമ്മതിക്കാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ലല്ലോ. പോളേട്ടൻ ഉണ്ണിയൊക്കെ അവിടെ പോയിണ്ട്. ഞാൻ അവിടെ കാർത്തികനെ കാണാൻ വന്നാ. ഈ വാതിലൊക്കെ തുറന്നിട്ട് കാർത്തികനോടെ പോയി. കാർത്തികയോ, കാർത്തികേ. ഹേയ് സവാരി ഗിരിഗിരി. ശിവദാസോ? ആ നീ കക്കൂസിലാ? കാർത്തികേയ, കാർത്തികേ. സവാരി ഗിരിഗിരി. നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറ്റിയിരിക്കണേ. ടെൻഷൻ ടെൻഷൻ. ലേലല്ലേ മോനെ. ആ ഉണ്ണി, പോളേട്ടനൊന്ന് കൊടുത്തേ. ആ പോളേട്ടാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആ കാർത്തികനോടെ ഉണ്ട്. ഇയാളിത് എന്തേ നോക്കണേ? എടാ എൻ്റെ ഒരു സിഗരറ്റ് കാണാനില്ല. ഒരു സിഗരറ്റ് തരുമോ? ഓ സിഗരറ്റ്. ഇത് ബീഡിയല്ലേ? ഞാൻ ഡേവിഡ് ഓഫേ വലിക്കൂ, അറിയാലോ. ഓ ഡേവിഡ് ഓഫാ നീ വലിക്കൂ? അതാണല്ലോ ഒരു ശീലം. ഓ അവൻ്റെ ഒരു ശീലം. വെറുതെ വായിൽ വെച്ച് തുപ്പിക്കളയാനല്ലേ? ഇതൊക്കെ മതി മോനെ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? ആ അവൻ്റെ ഒരു മേക്ക് ബിലീഫ്. അല്ലെങ്കിൽ തന്നെ നീ വില കൂടിയ സിഗരറ്റ് വാങ്ങിച്ച് മൊത്തം കാശും കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം കാശിന് ആവശ്യമുള്ള സമയമാണ്. ചിലവ് ചുരുക്കണം, അല്ലാതെ തന്തേ പോലെ ദൂർത്തടിച്ച് കളയല്ല വേണ്ടേ. അങ്ങനെ പറയില്ലേ ശിവദാസ. ഒന്നില്ലെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പിച്ചാത്തി എടുത്ത് മാറ്റി നിനക്കൊരു ജീവിതം തന്നാളല്ലേ എൻ്റെ അച്ഛൻ മംഗലശ്ശേരി നീലകണ്ഠൻ. ഓവ, അത് ഞാൻ ആ ശേഖരന് മുന്നിൽ ചുമ്മാ പഞ്ചിടയിലോ പഠിച്ചതല്ലേ. എടാ, ഭാനുമതി ആൻറ്റി കാണാതെ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി എൻ്റെ പിച്ചാത്തി കൊണ്ട് വിറ്റ് അത് വെച്ച് കാശുണ്ടാക്കി പുള്ളി കുപ്പി വാങ്ങി അടിച്ചവനാണ് നിന്റെ ഡാഡ് മംഗലശ്ശേരി നീലകണ്ഠൻ. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ കാർത്തികേയ.